ഒരു ചായ കുടിക്കാൻ പോയാലോ? അതും ആ ചായ കുടിക്കാൻ പോകുന്നൊരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടേക്ക് ബൈക്ക് അലൗഡ് അല്ല. ഇപ്പോൾ സമയം രാവിലെ 4 മണി. പെട്രോളൊക്കെ അടിച്ചു. ഇനി വണ്ടി എടുക്കാം. ഇത് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നു. അവരൊക്കെ വണ്ടിയെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 4 ആണ്. ആക്ച്വലി ആൻഡമാനിലുള്ള ഒരേ ഒരു ഹൈവേ ആണ് NH4. ഈ വഴിക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് ഇപ്പോൾ മൂടൽ മഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ. അധികം തണുപ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ മൂടൽ മഞ്ഞുണ്ട്. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ മൂടൽ മഞ്ഞൊക്കെ കിട്ടുള്ളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിരട്ടാങ് എന്ന് പറഞ്ഞുള്ള ഒരു ഏരിയയിലേക്കാണ്. ജിരട്ടാങ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ന് ചായ കുടിക്കാനുള്ള പ്ലാനിങ്. ആൻഡമാനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ഡിസ്ട്രിക്റ്റാണ്. ഒന്ന് സൗത്ത് ആൻഡമാൻ, ഒന്ന് മിഡിൽ ആൻഡമാൻ ആൻഡ് നോർത്ത് ആൻഡമാൻ. ഈ 3 ആൻഡമാനാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സൗത്ത് ആൻഡമാനാണ് നമ്മളുള്ളത്. സൗത്ത് ആൻഡമാനിൽ നിന്ന് നോർത്ത് ആൻഡ് മിഡിൽ ആൻഡമാനിലേക്ക് പോകുന്ന റൂട്ടാണിത്. NH4 ATR എന്നും പറയും, ആൻഡമാൻ ട്രങ്ക് റോഡ്. ഈ പോകുന്ന വഴിയെല്ലാം ഫോറസ്റ്റാണ്. ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഏരിയകളാണ് ഇതെല്ലാം. പക്ഷേ ഇവിടെ നാട്ടിലെ പോലെ അത്ര മൃഗങ്ങളൊന്നുമില്ല, അനിമൽസ് ഒന്നും അങ്ങനെയില്ല ഈ ഫോറസ്റ്റിൽ. ആൻഡമാൻ്റെ മെയിൻ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിൽ നിന്നും ഏകദേശം ഒരു 46 കിലോമീറ്ററാണ് ഈ ജിരട്ടാങ് ചെക്ക് പോസ്റ്റിലേക്കുള്ളത്. ആൻഡമാനിലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസായ പാരട്ടാങ്കിലേക്കൊക്കെ പോകുന്നത് ഈ റൂട്ടാണ്. പാരട്ടാങ്, ലൈംസ്റ്റോൺ കേവ്സ്, പാരറ്റ് ഐലൻഡ്, പിന്നെ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ഡിഗ്ലിപൂരൊക്കെ പോകുന്നത് ഈ വഴി തന്നെയാണ്, ബൈ റോഡ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ ക്യൂ നമ്മുടെ പാരട്ടാങ്കിലേക്കൊക്കെ പോകാനുള്ള ക്യൂ ആണ്. ഇപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഓൾറെഡി തന്നെ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. അതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. അത് കൺവേ ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. രാവിലെ 6 മണി, 9 മണി, 12 മണി, 3 മണി, അങ്ങനെ ടൈമിങ്. ഈ ടൈമിങ്ങിൽ മാത്രമാണ് വണ്ടികൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അതിനുശേഷം ഇവിടുന്ന് പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഈ ജരാവൻ ട്രൈബ്സിൻ്റെ ഏരിയയിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസിൻ്റെ ലോറികൾ, പിന്നെ ബാക്കിയുള്ള ട്രക്കുകൾ, അതെല്ലാം മറ്റ് ഐലൻഡുകളിലോട്ട്, അതായത് മിഡിൽ ആൻഡമാൻ, നോർത്ത് ആൻഡമാനിലോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികളാണ്. അതെല്ലാം ഈ റോഡ് വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെയാണ് നമുക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരാനുള്ള പെർമിഷനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റായി. ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടി കുറേ ചായക്കടകളൊക്കെ ഉണ്ട്. രാവിലെ പൂരിയൊക്കെ കിട്ടും. എനിക്കിവിടെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. ഇവിടെ നിന്നാണ് ചായ കുടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ മെയിനായിട്ട്. ഇവിടെ നിന്നാണ് ജരാവ റിസർവ് ഏരിയ സ്റ്റാർട്ടാകുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് ഈ ബസ്, മറ്റുള്ള വണ്ടികൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. 4 വീലേഴ്സ് ആൻഡ് 6 വീലേഴ്സ് മാത്രമാണ് അലൗഡ് ഉള്ളൂ. 2 വീലേഴ്സ് അലൗഡ് അല്ല. ഇപ്പോൾ ഇത് ഇവിടുത്തെ STS ആണ്, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിൻ്റെ വണ്ടികളാണ് ഫസ്റ്റ് കാണുന്നത് വണ്ടികളൊക്കെ. അപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ പുറകിലായിരിക്കും ബാലൻസ് ഉള്ള വണ്ടികളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. ആ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ഒരു തോക്ക് പിടിച്ചൊരു പോലീസുകാരൻ പോകുന്നത് കണ്ടില്ലേ?
ഈ പോലീസുകാരൻ ഫസ്റ്റ് വണ്ടിയിലുണ്ടാകും കൺവേയിൽ. അത് ട്രൈബൽസ് ഏരിയ ആയതുകൊണ്ടാണ് വിത്ത് പോലീസ് സെക്യൂരിറ്റിയിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ മുമ്പിൽ കാണുന്നതാണ് ചെക്ക്. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ചായയുടെയും കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, പോർട്ട് ബ്ലെയറിലേക്ക്. വേറെ കേരളമായിട്ട് നല്ല സാദൃശ്യമുള്ളൊരു സ്ഥലമാണ് ആൻഡമാൻ. ഇവിടുത്തെ ഈ പാടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാടാണെന്നല്ലേ വിചാരിക്കുള്ളൂ. തനി കേരളം തന്നെയാണ്, കേരളം പോലെ തന്നെ തോന്നുള്ളൂ. രാവിലെ ചെറിയപ്പോൾ ഒരു മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. ആ മൂടൽമഞ്ഞൊക്കെ ഒന്ന് ആസ്വദിച്ച് വണ്ടി ഓടിക്കാൻ വേണ്ടിയാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത് തന്നെ. ഇനിയും കുറേ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉണ്ട്, ഞാൻ അവിടെയൊക്കെ പോകാനുള്ള പ്ലാനിങ്ങും ഉണ്ട്. ആൻഡമാൻ ടൂർ പാക്കേജ് എടുത്ത് വരുന്നവർക്കുള്ളൊരു ട്രിപ്പ് ഡെസ്റ്റിനേഷൻ ആയിരിക്കുള്ളൂ ഈ ബാരട്ടാങ് എന്ന് പറഞ്ഞ സ്ഥലം, ബാരട്ടാങ് ലൈം സ്റ്റോൺ കേവ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും ഈ വഴി കൂടെ ആയിരിക്കുള്ളൂ അവർ വരുന്നതും പോകുന്നതെല്ലാം. ഓൾറെഡി ഇപ്പോൾ രാവിലെ 6 മണിയുടെ കൺവേ ടൈം ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നത് കുറവായിരിക്കും. ഇനി ഒരു 9 മണിക്കാണ് കൺവേ, അപ്പോൾ 9 മണി ആകുമ്പോഴേക്കാണ് കൂടുതൽ ഇനി വണ്ടികൾ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്ക് വലിയതുണ്ടാവില്ല. ഈ റോഡിലാണെങ്കിൽ വലിയ തിരക്കൊന്നും നമുക്ക് ഫീൽ ആവില്ല. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഈ ആൻഡമാനിലെ ഈ സ്ഥലങ്ങൾ. അപ്പോൾ ആൻഡമാനിലെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് ആൻഡമാനിലാണ്. അത്യാവശ്യം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആൻഡമാനിലെ ഹിഡൻ ആയിട്ടുള്ള പ്ലേസുകൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ വരുന്ന വീഡിയോസിലുണ്ടാകും. എന്നാലും ഫോളോ ചെയ്ത് കൂടെ കുടിക്കും.